അർജുൻ നന്ദനയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിരുന്നു. ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് അർജുനെ പുറത്താക്കണം, അർജുൻ നന്ദനയെ ഉപദ്രവിച്ചുവോ, നന്ദനയ്ക്ക് തീരെ വയ്യാതായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരാണ് പറഞ്ഞുകൊണ്ട് നടന്നത്. ഇപ്പോൾ ലൈവിൽ നമുക്കത് കൃത്യമായിട്ട് കാണിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അപ്പോഴും അവിടെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ലൈവിൽ അത് കാണിച്ചിട്ടില്ല. എത്രത്തോളം അത് ചെയ്തിട്ടുണ്ട്, ഒരു പെൺകുട്ടിയെ നിലത്തെടുത്ത് എറിഞ്ഞു, എടുത്തടിച്ചു എന്നുള്ള രീതിയിലൊക്കെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. സംഭവം എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. അത് അത്രയും സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. അതിന് മാത്രം അവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല. എന്നിരുന്നാലും അത്യാവശ്യം കാണിച്ചിട്ടുണ്ടേനും. അവിടെ നന്ദന പുറകേന്ന് ചെന്നിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർജുൻ്റെ ബാഗിൽ നിന്ന് അത് പൊഴിക്കാനായിട്ട്. അത് മാക്സിമം അർജുൻ പറയുന്നുണ്ട്. അർജുൻ്റെ ബാഗ് പുറത്തുനിന്ന് വിട്ടു വന്നപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഞാനിത് പുറത്തുനിന്ന് കെട്ടിക്കോട്ടെ, എന്നിട്ട് നീ ഇട്ടോളൂ, നീ എന്നിട്ട് കളഞ്ഞോളൂ എന്ന് പറയുന്ന സമയത്ത് ഈ പെങ്കുച്ചി ജന്മണ്ടെങ്കിൽ പുറത്ത് കെട്ടാനായിട്ട് അത് സമ്മതിക്കുന്നില്ല. ഓരോ തവണ അർജുൻ കെട്ടാൻ നോക്കുമ്പോഴും വലിച്ചു പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അർജുൻ്റെ ക്ഷമ അങ്ങേയറ്റം കെടുന്നുണ്ട്. ഒരു തവണയില്ല, 2 തവണയില്ല, 3 തവണയില്ല, പല തവണ അർജുൻ പറയുന്നുണ്ട്, ഞാനിതൊന്ന് കെട്ടട്ടെ, എന്നിട്ട് നീ വലിച്ചു പറിച്ചിട്ടോളൂ, എനിക്ക് കുഴപ്പമില്ല, ഇത് എനിക്ക് കൈ പിടിച്ചിട്ട് ഓടാൻ പറ്റില്ല, എനിക്കിത് ഫ്രണ്ടിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ അക്ഷത്ത് വെച്ചിട്ടോ ഒന്നും ഓടാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അർജുനാണ് വിജയിക്കാം. പക്ഷേ അർജുൻ അക്കാര്യത്തിൽ ഭയങ്കര നീറ്റാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗെയിമിൽ അർജുൻ കള്ളത്തരങ്ങൾ കാണിക്കാറില്ല. അത് പെർഫെക്റ്റ് ആയിട്ട് അർജുൻ കളിക്കാറുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുൻ അതിൻ്റെ രീതിയിലാണ് ആ ഗെയിം കളിക്കാനായിട്ട് നോക്കുന്നത്. എന്തിനാ പറയുന്നു, ആ ഗെയിം തുടങ്ങുന്ന സമയത്ത് പോലും ഫെയർ ആയിട്ട് കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫെയർ ആയിട്ട് കളിക്കാൻ വേണ്ടി ആ എങ്ങനെ ഓടണം എന്നുള്ളത് മുഴുവൻ സെറ്റ് ചെയ്തത് മുഴുവൻ അർജുനാണ്. ഫെയർ ആയിട്ട് കളിക്കൂ ഈ ഗെയിം, അല്ലാതെ ഗ്രൂപ്പിസം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ഫെയർ ആയിട്ടാണ് അർജുൻ അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. ആ പെങ്കൊച്ച് അത്രയും പിടിവലി വന്ന സമയത്താണ് അർജുൻ അങ്ങനെ ഒന്ന് ചെയ്തത്. അത് ആ പെങ്കൊച്ച് ബാഗ് പിടിച്ച് വലിച്ചപ്പോൾ തിരിച്ച് അവനും ബാഗ് പിടിച്ച് വലിച്ചു. ആ വലിച്ചില് അവിടെ ഒന്ന് കെട്ടിമറിഞ്ഞ് വീണു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദന സത്യത്തിൽ എനിക്ക് അക്കാര്യത്തിൽ അർജുനെ കുറ്റപ്പെടുത്താനായിട്ട് തോന്നുന്നില്ല. നന്ദനോട് വീണു എന്നുള്ളത് ശരി, എന്നിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയെന്നുണ്ടെങ്കിൽ അയ്യോ പറ്റിയല്ലോ എന്ന് ആലോചിക്കാം. ആ കൊച്ചൻ ജസ്റ്റ് ഒന്ന് വീണു, കാലിന് ചെറിയൊരു പെയിൻ ഉണ്ടെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അത് ചോദിച്ചു വാങ്ങിയതാണ് എന്നേ പറയാനായിട്ട് സാധിക്കുള്ളൂ.